Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പൊട്ടറ്റോ മസാലയാണ് ട്ടോ. പൊട്ടറ്റോ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പൊട്ടറ്റോ മസാല ഉണ്ടാക്കുന്നത്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ ചെറിയൊരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ തന്നെ വേണമെന്നില്ല, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. പക്ഷേ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ കുക്കായി വരാൻ കൂടുതൽ സമയം എടുക്കും. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം കുക്കായി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോള നീളത്തിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്തൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറാതിരിക്കാനായിട്ട്. നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, സവോള, കുറച്ച് കറിവേപ്പില, 2 ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ഉരുളക്കിഴങ്ങല്ല, ഞാനൊരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അതിലേക്കായിട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ പച്ചമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്തോളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി ഒരു 3/4 ടീസ്പൂൺ, പിന്നെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷമാണ് കറിയാക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോ പൊരിച്ചെടുത്തിട്ട് ഉടനെ തന്നെ കറിയാക്കാനാണ് നമ്മൾ ഇതെല്ലാം ആദ്യമേ റെഡിയാക്കി വയ്ക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം മാത്രം ചേർത്തിട്ട് ഒന്നിതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക, അടച്ച് മാറ്റി വയ്ക്കുക. ഞാനിത് അടച്ച് മാറ്റി വയ്ക്കട്ടെ. നമ്മുടെ സവോളയുടെയും തക്കാളിയുടെയും ഒക്കെ എല്ലാ ഭാഗത്തേക്കും പൊടികളൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവണം. ഇപ്പോൾ തന്നെ നല്ലൊരു മസാലക്കറിയുടെ ഒരു മണം വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ വേറെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊട്ടറ്റോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനാണ് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ട് നല്ല എരിവുണ്ടാവും. നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന കുരുമുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ നമ്മൾ എത്ര പൊട്ടറ്റോ എടുക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് കോൺഫ്ലോറിൻ്റെ അളവ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി വെള്ളം മാറാൻ വേണ്ടി എടുത്ത് വയ്ക്കുക. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക, എണ്ണ ഒഴിച്ചിട്ട്. ആ പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കണം പൊട്ടറ്റോ. എല്ലാ പൊട്ടറ്റോയും ഒരുമിച്ച് തന്നെ എടുക്കരുത്. ഓരോ സമയത്തും ഫ്രൈ ചെയ്യുന്ന പൊട്ടറ്റോ മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒരു ബാച്ച് ഇപ്പോൾ ഒരു 6 7 എണ്ണമാണെങ്കിൽ അത് മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മിക്സും നമുക്ക് റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇനി ഞാനൊന്ന് എണ്ണ ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു കറി നമുക്ക് വെജിറ്റബിൾ ഓയിലും ചെയ്യാം, വെളിച്ചെണ്ണയിലും ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ. പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നീട് നമുക്ക് ആവശ്യമാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ആദ്യം പൊട്ടറ്റോയൊക്കെ ഒന്ന് നിരത്തിയിടാൻ ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രം ചേർക്കുക. അപ്പോൾ ഞാൻ ഈ പാനിൻ്റെ അടിഭാഗത്ത് ലെവലിൽ നിൽക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണയൊന്ന് ചൂടായി തുടങ്ങട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക. ഈ ഒരു പൗഡറിൽ നമ്മുടെ കോൺഫ്ലോറിൻ്റെയും കുരുമുളകിൻ്റെയും ഉപ്പിൻ്റെയും മിക്സിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എക്സസ് ആയിട്ടുള്ള പൊടിയൊന്ന് തട്ടിക്കളയുക. അതിനുശേഷം നമ്മുടെ ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പൊടി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് ബാച്ച് തന്നെ കുറേ പൊടി മിക്സ് ചെയ്ത് വെക്കണ്ട, അത് വേസ്റ്റായി പോവല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം കുറച്ച് മിക്സ് ചെയ്ത് ആവശ്യമാണെങ്കിൽ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. പൊട്ടറ്റോ ഒക്കെ ഒന്ന് കുക്കായി കിട്ടണമല്ലോ.
നമ്മുടെ പാനിൽ എത്ര പൊട്ടറ്റോ പീസ് വീഴും എന്നുള്ളതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തട്ടിയിട്ട് ഇട്ട് കൊടുക്കണം എന്ന് മാത്രം. ഇതുപോലെ ഞാനെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ ഫസ്റ്റ് ബാച്ച് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ഇളക്കി കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് ഈ പാൻ ഒന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് കുക്കായി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പാൻ ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ചുറ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഇളക്കി മറിച്ചെടുക്കുന്നതിനേക്കാൾ ആ കോട്ടിങ് പോകുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാനുള്ള പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയുടെ ലാസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എണ്ണ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ അധികം എണ്ണയില്ല, ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാലയിലേക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ മസാല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചല്ലോ. ഇനി ഇതൊന്ന് ചൂടായി കുക്കായി വരട്ടെ. അതിനുശേഷം തക്കാളി ഉടഞ്ഞു വരുമ്പോൾ എണ്ണ കുറവാണെങ്കിൽ നമുക്ക് അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ, ഒരു 6-7 മിനിറ്റ് എടുക്കും ഇതുപോലെ ഒന്ന് കുക്കായി വരാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചൂടുവെള്ളം ചേർക്കാം. ഇല്ലെങ്കിൽ തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്, തേങ്ങയുടെ 2ാം പാലല്ല. നിങ്ങൾക്ക് കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി, ഒരുപാട് ഇനി കുക്കാവാനൊന്നുമില്ല. സവോളയൊക്കെ ഇത്രയും കുക്കായാൽ മതി. ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഗ്രേവിയുടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇളക്കി കൊടുത്തോണ്ടിരുന്നാലേ നമ്മുടെ തക്കാളിയൊക്കെ കരിഞ്ഞു പിടിക്കാതെ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ എളുപ്പമല്ലേ, വഴറ്റൊന്നും ചെയ്യാതെ ഈ മസാലകളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കാനായിട്ട്. ഇതാ നമ്മുടെ കറി തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടറ്റോ ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറിയിലേക്ക് ചേർക്കാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ കറി ഉണ്ടാക്കി വരുമ്പോൾ കറിക്കും പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കൂടുതലുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്രേവി ഇല്ലാതെ മസാലയെല്ലാം ഈ പൊട്ടറ്റോയിലേക്ക് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കറി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി, പൊട്ടറ്റോയൊക്കെ കുക്കായിട്ടുണ്ട്, കുക്കായി ഉടഞ്ഞു തുടങ്ങി. ഇത് കണ്ടോ, ഇത്രയും മതി നമുക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ 1ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറി കൂടുതലായിട്ട് ഉള്ള അളവിലെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് ഇനി നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ മസാലയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇനി കുറച്ച് സമയം കൂടി തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ചട്ടിയുടെ ചൂടുള്ളതുകൊണ്ടാവും. അപ്പോൾ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക.
അപ്പോൾ എന്തായാലും ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ഈ എല്ലാ കാര്യങ്ങളുടെയും കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം, അതുപോലെ ഡിന്നറിനും ഉണ്ടാക്കാം, ഉച്ചയ്ക്ക് ലഞ്ചിനും ഉണ്ടാക്കാം, ഒക്കെ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.